കൊച്ചിയിലേക്കാണ്. കൊച്ചി കുണ്ടന്നൂരിൽ തോക്കു ചൂണ്ടി 80 ലക്ഷം കവർന്ന കേസിൽ ദുരൂഹത നീക്കാൻ പോലീസ്. കവർന്ന പണത്തിൽ 14 ലക്ഷം രൂപയ്ക്ക് പ്രതികൾ ഏലക്ക വാങ്ങിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പിടിയിലായവരിൽ നിന്ന് 30 ലക്ഷം രൂപയും തൊണ്ടിമുതലും പോലീസ് കണ്ടെടുത്തു. വ്യക്തമായ ആസൂത്രണത്തിനൊടുവിൽ നടപ്പാക്കിയ കവർച്ചയ്ക്ക് പിന്നിൽ അഭിഭാഷകനായ നിഖിൽ ഉൾപ്പെടെ 12 പേരുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും പോലീസിന്റെ പിടിയിലായി. ആലങ്ങാട് സ്വദേശി ജോജിയാണ് കവർച്ചയുടെ സൂത്രധാരൻ. ഏലക്ക വാങ്ങിയ ഇടുക്കി മുരിക്കാശ്ശേരി സ്വദേശി ലെനിൻ, കൂട്ടുപ്രതികളായ ജയ്സൽ, അബിൻസ് എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. 80 ലക്ഷം ക്യാഷായി നൽകിയാൽ 1 കോടി അക്കൗണ്ടിലേക്ക് നൽകാമെന്ന വാഗ്ദാനവും ഉണ്ടായിരുന്നു. ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്നും പണമിരട്ടിപ്പിക്കൽ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങി മറ്റു ലക്ഷ്യങ്ങൾ ഇതിനു പിന്നിലുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ പരാതിക്കാരനായ സ്റ്റീൽ കട ഉടമയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. മീഡിയ 1, കൊച്ചി.